ചേട്ടാ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ഒരു ചിത്രം എൻ്റെ കണ്ണിലുടക്കി. അതായത് പി രാഘവൻ സ്മാരക പുരസ്കാരം നൽകാൻ എത്തിയിട്ടുള്ള CPM ജനറൽ സെക്രട്ടറി MA ബേബി, പുരസ്കാര ജേതാവായിട്ടുള്ളത് മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവായിട്ടുള്ള KN രവീന്ദ്രനാഥും സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ഒരു ചിത്രം. ആ ചിത്രത്തിൽ ഒരുപാട് കഥകളും ഒരുപാട് കാര്യങ്ങൾ അടങ്ങി നിൽപ്പുണ്ട്. പറയേണ്ടിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് CPM എന്ന് പറയുന്ന പാർട്ടി ഒരു വേള ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിൽ വേട്ടയാടിയ ഒരു നേതാവാണ് KN രവീന്ദ്രനാഥ് എന്ന നേതാവിനെ CPM വേട്ടയാടിയതുപോലെ KM രവീന്ദ്രനാഥിനൊപ്പം വേട്ടയാടപ്പെട്ട നേതാക്കൾ വേറെയുമുണ്ട്. VV ചെറിയാൻ, MM ലോറൻസ്. ഇത് ഞാൻ പറയുമ്പോൾ ഇവിടെ ഈ എറണാകുളം ജില്ലയിൽ ഉള്ളവരാരെങ്കിലും ഈ പ്രേക്ഷകർ ഇത് കേൾക്കുകയാണെങ്കിൽ അവർ സമ്മതിക്കും. കാര്യം CPM എന്ന് പറയുന്ന പാർട്ടി, അവർക്ക് പാർട്ടിക്കകത്ത് ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ ആരോടെങ്കിലും വിരോധമുണ്ടായാൽ അവരെ വിടാതെ വേട്ടയാടും. CPMന്റെ ഒരു രീതി അതാണ്. ഉൾപാർട്ടി രാഷ്ട്രീയമാണ്. ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ ആശയപരമായി പ്രത്യയശാസ്ത്രപരമായി KM രവീന്ദ്രനാഥ്, VV ചെറിയാൻ, MM ലോറൻസ് തുടങ്ങിയ നേതാക്കളെ VS അച്യുതാനന്ദൻ അടങ്ങുന്ന പാർട്ടിക്കകത്ത് ഒരു ലോബി, ഒരു ഗ്രൂപ്പ് വിഭാഗീയതയുടെ ഫലമായി ഒതുക്കിയിട്ടുണ്ട്. ബേബി ഇപ്പോൾ കാണാമെന്ന് ബേബി ഈ അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ബേബി ഒരു വിശുദ്ധ പശു ആകാൻ ശ്രമിക്കുകയാണോ എന്ന് നമുക്ക് സംശയമുണ്ടാവും. ബേബി കൂടെ ചേർന്നുകൊണ്ട് ആണ് ഒരു വേള 1980കളിൽ VSനൊപ്പം നിന്ന് ഇത്തരത്തിൽ ഈ ഒരു വിഭാഗീയതയ്ക്ക് ചുക്കാൻ പിടിച്ചത്. അത് പാർട്ടിയുടെ കടിഞ്ഞാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ പാർട്ടി സമ്മേളനം, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി കാലാകാലങ്ങളായി ഇത്തരത്തിൽ പാർട്ടിയുടെ കടിഞ്ഞാണ് തങ്ങളുടെ കയ്യിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം നേതാക്കളാണ്. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിയുടെ കടിഞ്ഞാൻ തങ്ങളുടെ കൈകളിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയിലെ അംഗങ്ങൾ അങ്ങനെ തീരുമാനിക്കും. അങ്ങനെ VS 1980കളിൽ 88-90 VS പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നു. അന്ന് ഈ പിണറായി വിജയനൊക്കെ VSന്റെ ശിഷ്യന്മാരാണ്. VS പാർട്ടി സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്, നയനാർ പാർട്ടി സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. നയനാർ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് CITU പക്ഷം ഉണ്ടാകുന്നത്. ഈ CITU പക്ഷത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ പറയുന്ന KM രവീന്ദ്രനാഥും പിന്നെ മറ്റുള്ളവർ MM ലോറൻസ്, VV ചെറിയാനൊക്കെ. ഇതിൽ MM ലോറൻസ് മരിക്കുന്നവരെയും പാർട്ടിയായിട്ട് പടവെട്ടി നിന്ന ആളാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞുണ്ടായ വിഷയമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. VV ചെറിയാൻ പാർട്ടി വിട്ടുപോയ ആളാണ്. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് പടവെട്ടി നിന്ന KM രവീന്ദ്രനാഥിനെ ഒരു വേള VSനൊപ്പം നിന്ന് പാർട്ടിയുടെ കടിഞ്ഞാൻ VSന് കൊടുക്കാനായി നിന്ന VSന്റെ കാണാൽ പടയിലെ ഒരാളായിരുന്നു ബേബി. അദ്ദേഹമാണ് ഇപ്പോൾ കാണാൻ ചെന്നിരിക്കുന്നത്. അതങ്ങനെയാണ്. ഈ CPM എന്ന് പറയുന്ന പാർട്ടി വ്യക്തിവൈരാഗ്യമല്ല പ്രജിത, വ്യക്തിവൈരാഗ്യമല്ല, പ്രത്യശാസ്ത്രപരമായുള്ള, അല്ലെങ്കിൽ നമുക്ക് തമ്മിൽ തല്ലുകൂടി തീർക്കാമല്ലോ. ഇപ്പൊ തല്ലുകൂടുന്നുണ്ട്, ഇപ്പൊ CPM നേതാക്കൾ തമ്മിൽ തല്ലുകൂടുന്നുണ്ട്. പക്ഷെ പ്രത്യശാസ്ത്രപരമായിട്ടുള്ള അടി എന്ന് പറഞ്ഞൊരു വല്ലാത്ത അടിയാണ്. അല്ല, ഒരേ പ്രത്യയശാസ്ത്രം പിന്തുടരുന്നവരല്ലേ ഇവരെല്ലാവരും? അല്ല, അത് പ്രത്യശാസ്ത്രവും അല്ലാതെയും പാർട്ടിക്കകത്തൊക്കെ ഇവർ പറയുന്ന ആശയപരമായിട്ടുള്ള ഭിന്നതയുണ്ട്. ഈ ആശയപരമായ ഭിന്നത പാർട്ടിക്കകത്ത് അതിരൂക്ഷമാവുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരു ബെഞ്ച് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇയാളുടെ ആശയമല്ല അയാളുടെ ആശയം. ഇപ്പൊ VV ചെറിയാൻ്റെ ആശയമല്ല പിണറായിയുടെ ആശയം, അല്ല പിണറായിയല്ല VSന്റെ. പിണറായി ഇരുന്നു ആശയപരമായി സംഘടനാപരമായി ഈ പാർട്ടിയിൽ ഒന്നും അല്ലായിരുന്നു. അതാണ് നമ്മൾ ഷാജി എന്നൊക്കെ പറയുന്നത്. പാണ്ഡ്യല്ല ഷാജിയൊക്കെ പറയുന്നതാ. പിണറായിക്ക് എന്ത് വോയിസ് ഉണ്ടോ, പിണറായി എന്ത് സമരം നയിച്ചിട്ടുണ്ടോ, പിണറായിക്ക് എന്ത് അറിയാടോ എന്നാണ് ചോദിക്കുന്നത്. സത്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ VV ചെറിയാനെ പിന്നെ ഈ പറയുന്ന ഈ KN രവീന്ദ്രനാഥിനെ, MM ലോറൻസിനെ ഒക്കെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന്, നയനാരെ ഒക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പിന്നെ ഏതാണ്ട് അവരുടെ ശക്തി കുറയ്ക്കുന്നതിൽ VSനൊപ്പം നിന്ന് കളിച്ചിട്ടുള്ള ആളാണ് ഈ ബേബി. സർവ്വകളികളും കളിക്കുന്ന ആളാണ്. ഇപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം നമുക്ക് പറയേണ്ടി, ഈ പാണ്ഡ്യാല ഷാജി അദ്ദേഹമൊക്കെ പിണറായിയെ ഒരുപാട് വിമർശിക്കുന്നു. പിണറായിയെ വിമർശിക്കുന്നത് പാണ്ഡ്യാല ഷാജിയുടെ ജീവിതം തകർത്ത ഒരാളാണ്. പാണ്ഡ്യാല ഷാജിയെ കാരണമില്ലാതെ അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ എന്ത് സമരമാണ് നടത്തിയത്. അതെ, എന്ത് സമരമാണ്. ഇപ്പൊ ആശാ വർക്കർമാരെ സമരം നടത്തിയപ്പോൾ ഈ സമരം വിജയിക്കില്ല എന്ന് പരിഹാസ രൂപേണ പറഞ്ഞ പിണറായി വിജയൻ സ്ത്രീകളുടെ വോട്ട് തേടി നിലമ്പൂർ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ വിളിക്കുമ്പോൾ ചോദിച്ചു, എന്ത് അർത്ഥത്തിലാണോ ഇദ്ദേഹം ചോദിക്കുന്നത്, എന്ത് സമരമാണോ ഇദ്ദേഹം നയിച്ചത്,
എന്ത് സമരമാണോ ഇദ്ദേഹം നയിച്ചതെന്നാണ് ചോദിച്ചത്. 960 അദ്ദേഹം പറയുന്ന സമരത്തിലെ കള്ളത്തരങ്ങൾ നമ്മൾ ഒരിക്കൽ ഒരു സംസാരത്തിൽ പൊളിച്ചതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വിരോധം ഉണ്ടായിട്ടാണ്. നമ്മൾ രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ നമുക്ക് നൽകുന്ന ചില പാഠങ്ങൾ, ചില ഉപദേശങ്ങളുണ്ട്, ചില പാഠങ്ങളുണ്ട്. ഇതിൽ ഇപ്പം ബേബി രവീന്ദ്രനാഥിനെ കാണാൻ പോകുമ്പോൾ ആ ചിത്രത്തിൽ കണ്ടോ രവീന്ദ്രനാഥ് ഇരിക്കുന്നത് എന്ത് മെലിഞ്ഞിരിക്കുന്നത് കണ്ടോ? അതേ ഒരു വലിയ ഭൂസ്വത്തിന് ഉടമയായിരുന്നു. ഈ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറക്കടുത്ത് എന്തോ കോടാനുകോടി രൂപയുടെ സ്വത്തുള്ള മനുഷ്യനായിരുന്നു. വിറ്റ് പാർട്ടിക്ക് കൊടുത്ത ആളാണ്. എന്ന് വെച്ചാൽ അതാണ് CPM. CPM എന്ന് പറഞ്ഞാൽ ആശയപരമായ ഒരു ഭിന്നത ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അവനെ മൂച്ചോട് മുടിക്കും. ഇപ്പൊ നമ്മളെ NM പിയേഴ്സൺ സാറ്, നമ്മളെ പിയേഴ്സൺ സാർക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. എന്തുകൊണ്ട്? ഉമേഷ് ബാബു സാർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. എന്തുകൊണ്ട്? ആശയപരമായി. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുറച്ചു മുമ്പ് നമ്മളോട് സംസാരിക്കാൻ വന്ന ഷെറിൻ എന്ന ഒരു കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ചോദിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ കമ്മ്യൂണിസം ഉണ്ടോ? സഖാവ് എന്ന് വിളിച്ചാൽ സഖാവ് എന്ന് ഈ പറയുന്ന കൊച്ചിയിലെ രാജീവ് നേതാവിനെ വിളിച്ചപ്പോൾ അയാളെ തുറിച്ചു നോക്കി എന്നാണ് പറയുന്നത്. സർ എന്ന് വിളിക്കണമായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അത് മാറി കോർപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ്. സഖാവ് പിണറായി വിജയനെ ഇപ്പം ഞാനോ നിങ്ങളോ നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് ബന്ധമുള്ള കുടുംബത്തിലുള്ളവരാണെങ്കിൽ നമ്മൾ സഖാവെ എന്ന് വിളിച്ചാൽ അദ്ദേഹം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? വിളിക്കാൻ അർഹതയുള്ളതുകൊണ്ട് വിളിക്കും. സഖാവെ എന്ന് വിളിക്കാൻ എനിക്ക് അർഹത ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചിരിക്കും. തുറിച്ചു നോക്കും, മറുപടി തുറിച്ചു നോട്ടമായിരിക്കും. ഇതാണ് ഇവിടുത്തെ കമ്മ്യൂണിസം. അവിടെയാണ് നമ്മൾ പറഞ്ഞു വന്നത് KM രവീന്ദ്രനാഥിനെ ബേബി കാണാൻ പോകുമ്പോൾ 1980 ഡൽഹിയിൽ ബേബി ഒരു പത്രപ്രവർത്തകന്റെ ഓഫീസിൽ ഇരുന്ന് ഫോൺ ചെയ്താണ് ഇവരെല്ലാം VS-നൊപ്പം കൂട്ടുന്നത്. പ്രീതിക്ക് ഒരു കാര്യം അറിയാം, VS ജയിച്ച് മുഖ്യമന്ത്രിയാകും എന്ന ഒരു തെരഞ്ഞെടുപ്പ് 1980 ഒരു തെരഞ്ഞെടുപ്പാണ്. 87 മറ്റോ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഈ 87 തെരഞ്ഞെടുപ്പിൽ VS-നെ തോപ്പിച്ചു മാരാരിക്കുളത്ത്. അന്ന് VS കൊടുത്ത പണി എന്തെന്നറിയൂ? അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന നയനാർ മന്ത്രി ആവട്ടെ എന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറഞ്ഞു. നയനാർ CAT പക്ഷക്കാരനാണ്. VS പറഞ്ഞു ഒരു പണി ഇരിക്കട്ടെ, നയനാർ മുഖ്യമന്ത്രി ആവട്ടെ. നയനാരായി. എന്നിട്ട് തൃക്കരിപ്പൂർ മത്സരിച്ച് നയനാർ മുഖ്യമന്ത്രിയായി. അതാണ് ഇവർ തമ്മിൽ, VS-ഉം നയനാരും തമ്മിൽ ആശയപരമായിട്ട്. ഒരു കാര്യം കൂടെ ഇവിടെ ഞാൻ പറയും, EMS ജീവിച്ചിരുന്നെങ്കിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആകില്ല, പിണറായി വിജയൻ ആകില്ല. അതാണ് EMS. അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറയില്ല, പറഞ്ഞാൽ ഞാൻ വേറൊരാളായി തീരൂടെ. അത് ഇതൊക്കെ അറിയാം. അതാണ് ഈ പാർട്ടി. ഈ ആശയപരമായ ഭിന്നത CPI-യിലുമില്ലേ? CPI-യിൽ തീർത്തും തന്നെ വിഷയമുണ്ടായിട്ടുണ്ടല്ലോ. ബിനോയ് വിശ്വസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അത് എന്തുകൊണ്ടെന്നറിയാം, ചോർത്തിയിരിക്കുന്നു. അത് എന്തുകൊണ്ടെന്നറിയാം, ശബ്ദരേഖ പുറത്തുവിട്ടു അല്ലേ? അതെ, ഇതൊക്കെ ഒരു CPI പാരമ്പര്യമുണ്ട്, അത് ഞാൻ ഇവിടെ വെളിവാക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിയാമോ? ഒരു ചങ്കൂറ്റമുള്ള ഒരു നേതാവ് വെളിയത്തിന് ശേഷം, ചന്ദ്രപ്പന് ശേഷം CPI-യിൽ ഉണ്ടായിട്ടില്ല. CPI-യിൽ ഒരു ചങ്കൂറ്റമുള്ള നേതാവ് ഉണ്ടായിട്ടില്ല. സഖാവ് പന്നിയനുണ്ട്, പന്നിയൻ ഒഴിഞ്ഞു മാറി നടക്കുന്നു അല്ലേ? നമുക്ക് അങ്ങനെ ഒരു നേതാവ് ഉണ്ടോ? ഇത് വിട്ടവരുമായിട്ട് അദ്ദേഹം ഒരേ വേദി പങ്കെടുക്കുകയും, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് സംസാര വിഷയമാക്കരുത് എന്നുള്ള പാർട്ടി തീരുമാനമല്ലേ? അല്ല, അത് മാത്രമല്ല, സംസാര വിഷയമാകും എങ്കിലേ അത് ആശയപരമായി ഭിന്നതയാവുള്ളൂ. ബിനോയ് വിശ്വത്തിന് പഞ്ചില്ല, ബിനോയ് വിശ്വം പറയുന്നില്ല എന്നുള്ളത് വെളിവായി കഴിഞ്ഞു. സഖാവ് ബിനോയ് വിശ്വം രാജിവെക്കണം എന്നുള്ളത് പറയാതെ പറയുന്നു. സഖാവ് ബിനോയ് വിശ്വം പാർട്ടിയിൽ കമ്മിറ്റിയിൽ രാജി എഴുതിക്കൊള്ളും. അതായിരിക്കും, അല്ലെങ്കിൽ ഇത് ചർച്ചയാവും. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഒറ്റ സംശയം മാത്രമേ ഉള്ളൂ. ബിനോയ് വിശ്വം ഒരു CPI നേതാവ് എന്ന രീതിയിൽ, പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ട് നിങ്ങൾ ധരിക്കുന്നുണ്ടോ പിണറായി വിജയനോട്? ഒരിക്കലും പറയില്ല. പറഞ്ഞതെല്ലാം പിൻവലിക്കുന്നുണ്ടല്ലോ. ആണല്ലോ. ഒരു പഞ്ചുണ്ടോ അദ്ദേഹത്തിന്? ഒരിക്കലും. അപ്പൊ പഞ്ചില്ലാത്ത നേതാവ് എന്ന രീതിയിൽ ബിനോയ് വിശ്വം പരാജയമാണ് എന്നുള്ളത്. പഞ്ചില്ലാത്ത നേതാവെന്ന് മാത്രമല്ലല്ലോ ചേട്ടാ, മുന്നണി പറയേണ്ട കാര്യം പറയുന്നുണ്ടോ? അത് മാത്രമല്ല ചേട്ടാ, ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നു, പറഞ്ഞ് അത് പിറ്റേ ദിവസം പിൻവലിക്കുക എന്ന് പറയുന്ന അത്രയും നട്ടലില്ലായ്മയല്ലേ? അതെ. അപ്പോ ഇവിടെ നമ്മൾ CPM-ന്റെ വിഭാഗീയത, CPM-ന്റെ ഒരു ചിത്രത്തിൽ തുടങ്ങി നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ, CPM വിഭാഗീയതയുടെ കൂത്തരങ്ങായിരുന്ന ആ സമയത്ത് KN രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞ നേതാവ് ഇന്ന് അദ്ദേഹം സാക്ഷിയാണ്, ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ്. അദ്ദേഹത്തിനെ ഒതുക്കി അദ്ദേഹത്തിനെ ബേബി കാണാൻ പോയിരിക്കുന്നു. അത് നമ്മുടെ ചങ്ങമ്പുഴ പാർക്കിൽ രാഘവൻ അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹം പോയി കണ്ടിരിക്കുന്നു. ഇപ്പൊ സാനുവാഷിനെ അദ്ദേഹം കാണാൻ പോയി, G സുധാകരനെ കാണാൻ പോയി, പാർട്ടിയിലെ പഴയ ആൾക്കാരെയൊക്കെ കാണാൻ പോയി. കുറ്റബോധം കൊണ്ട് നീറുന്നുണ്ട്. കുറ്റബോധം സഖാവ് ബേബിക്ക് ഉണ്ടാകാം, പക്ഷേ
കണ്ണൂർ എന്നാൽ CPM ആയിരുന്നു മുഖം. ഇന്ന് കണ്ണൂർ എന്നാൽ കണ്ണൂർ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ചില്ലറ കാര്യമല്ല. ഒരു കൊല്ലംകാരനാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. പ്രജിത, നമുക്ക് ചിലതൊക്കെ പ്രതീക്ഷിക്കാം. ഉറപ്പാണ് ബൈബി ചില കളികൾ കളിക്കാനും, ചില സിനിമ ഡയലോഗ് നമ്മൾ പറയുന്നല്ലേ, ചിലത് കളിപ്പിക്കാനും ചിലത് കളിക്കാനുമാണ് ബേബി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത്. അത് പിണറായിക്ക് അറിയാവുന്നുള്ളത് കൊണ്ടാണ് പിണറായി മാക്സിമം നിശബ്ദനായിരുന്ന ബേബിയുടെ ജനറൽ സെക്രട്ടറി പദത്തിനെ തടഞ്ഞത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാം.